ഇതൊരു സൈക്കിൾ ഡെലിവറി ആയ കഥയാണ് ഗൈസ് ഈ രക്കത്തിൽ ഞാൻ പറയുന്നത്. ചാലക്കുടിയിലാണ് ഡെലിവറി ആയി. അച്ഛനത് ബസ്സിൽ കയറ്റിയിട്ട് നേരെ വീട്ടിലേക്ക് എത്തിച്ചു. കണ്ട പാടെ കേൾക്കാത്ത പാടി ചേച്ചിക്ക് കരച്ചിൽ എന്നോട് തുടങ്ങി. കാരണം ചേച്ചിയുടെ കുറേ നാളത്തെ ആഗ്രഹമാണ്. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെയും ആഗ്രഹമാണ്. അതായത് തുമ്പച്ചനും കുറിയ നാളത് കിട്ടിയില്ല. അതുകൊണ്ട് ചേച്ചിക്ക് എന്തായാലും മേടിച്ചു കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പം ഇതൊരു സെൻറ്റി വ്ളോഗായി പോയി ഗൈസ്. ചേച്ചി ഭയങ്കര കസിലായിരുന്നു, ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എങ്ങനെ എന്നെ അവളെ കൊണ്ടിരിക്ക് ചവിട്ടിച്ചാലോ, അപ്പം എനിക്കും ഒരു ട്രിപ്പായല്ലോ. അതുകൊണ്ട് പക്ഷേ ചേച്ചിയാണെങ്കിൽ കുറച്ചിൽ നിർത്തലില്ല. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് എല്ലാവർക്കും പാവെത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കട്ടിങ്സും പരിപാടികളൊക്കെ തുടങ്ങി. അൺബോക്സിങ് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്കൊരു സത്യം ഇതിൽ നിന്ന് മനസ്സിലായത്. ഇത് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ളത്. ചേച്ചിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാൻ 2 റൗണ്ട് ചവിട്ടി സമാധാനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ഞാനാണെങ്കിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ചോന്നാങ്കടും കിടക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ട് ഞാൻ ഇത് ചേച്ചിയോട് പറഞ്ഞ് അച്ഛനോടും പറഞ്ഞ് ആരെ കൊണ്ടെങ്കിലും ഇതൊന്ന് ശരിയാക്കിപ്പിച്ച് അവൾക്ക് കൊടുക്കാതെ തന്നെ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഭാഷയിലുള്ള കലകുല ഭാഷയിലാണ് ഞാൻ ഇവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. ലാസ്റ്റ് ഇവരിതെടുത്തൊരു ഓട്ടോറിക്ഷയിൽ കയറ്റി നേരെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഇന്ന് കടയില്ല, ഇവിടെ ഉത്സവം പെരുന്നാളൊക്കെ ഏതുകൊണ്ട് ആൾ മുടക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഓട്ടോറിക്ഷയിൽ തിരിച്ച് കയറ്റി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ചേച്ചിനെ കൊണ്ടുപോയിണ്ടായില്ല കേട്ടോ. ചേച്ചിക്ക് എക്സാം ആളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി, കുറച്ച് അകലെയുള്ള സ്ഥലത്ത് പോയി. എന്തായാലും ശരിയാക്കിയല്ലോ വരുള്ളൂ എന്നുള്ള വാശിയിലായിരുന്നു അച്ഛൻ. എന്നിട്ട് കൊണ്ടുപോയ കടയിൽ കൊണ്ട് ശരിയാക്കാൻ തന്നെ കാണുന്നത്. അവിടെയൊക്കെ ചെന്ന് എല്ലാ സാധനവും ഫിറ്റ് ചെയ്തപ്പോൾ എനിക്കില്ലേ ഈ നേരെ പാതിരാത്രി. അന്നപ്പോൾ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മുടെ ഷാജിച്ചൻ ഓട്ടോറിക്ഷയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ലൈറ്റ് കൂട്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ ഇത്ര വെട്ടത്തിൽ കാണുന്നത്. സത്യത്തിൽ നല്ല ഇരുട്ടായി തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി അച്ഛനെ ടാറ്റയൊക്കെ കൊടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അച്ഛൻ്റെ വണ്ടിയാണെന്ന്. നല്ല പരിചയമുള്ള ഓട്ടോറിക്ഷാന്ന് മനസ്സിലായി. പക്ഷേ ഓട്ടോറിക്ഷാന്ന് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നെ മനസ്സിലായി. പിന്നെ ആൾ കയറ്റാത്തതിൻ്റെ സങ്കടമായിരുന്നു എനിക്ക്. അങ്ങനെ ആൾ വീട്ടിലെത്തി സൈക്കിളുമ്മ ലൈറ്റൊക്കെ പിടിപ്പിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു.